ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് മയിൽപ്പീലി വെച്ചിട്ട് ഒരു ബ്ലൗസിൻ്റെ സ്ലീവ് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് നോക്കാം. ഇത് ഓണം സ്പെഷ്യൽ വീഡിയോ ആണ്. സെറ്റ് സാരിയുടെ കൂടെ ഇടാൻ പറ്റിയൊരു ബ്ലൗസാണ് നമ്മളിന്ന് ഡിസൈൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ നെക്ക് ലൈൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സ്ലീവാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നെക്ക് ലൈനിനകത്ത് ഞാൻ സ്റ്റോൺ ചെയിനും ബീഡും പേൾ ബീഡും വെച്ചിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തെല്ലാം മെറ്റീരിയൽസ് വേണമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ മയിൽപ്പീലി ഇതേപോലെ ട്രിം ചെയ്തിട്ട് എടുക്കുക. ഞാനിവിടെ ഇതിൻ്റെ കണ്ണ് മാത്രമാണ് എടുക്കുന്നത്, ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ ഇതിൻ്റെ കണ്ണ് നമ്മൾ അത്യാവശ്യം രണ്ടും ഒരേ ലെങ്തിൽ തന്നെ ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ട് സ്ലീവിലും ഒരുപോലെ വരുന്ന രീതിക്ക് കട്ട് ചെയ്യാനുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ സ്റ്റോൺ ചെയിൻ എടുത്തിട്ടുണ്ട്. 2 ഗോൾഡൻ സ്റ്റോൺ ചെയിനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് 2 mm ഡൾ ഗോൾഡൻ ബീഡ്സ് ആണ്. പിന്നെ ഇത് സെറ്റ് സാരിയുടെ കൂടെ ആയതുകൊണ്ട് വൈറ്റ് പേൾസും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബാൾ ചെയിൻ ആണ്. ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ നീഡിൽ 12 വേണം, സെയിം കളറിലൊരു ത്രെഡും വേണം. ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ ഈ ഒരു സ്ലീവിൽ ഡിസൈൻ ചെയ്യേണ്ട ഭാഗം മാർക്ക് ചെയ്യുവാണ്. ഇത് ബ്ലൗസ് ആയതുകൊണ്ട് ഇതിനകത്തൊരു ഹെം ഏരിയ ഉണ്ട്. ആ ഒരു ഹെം ഏരിയയാണ് ഈ ഒരു ഡിസൈൻ്റെ ഡിസ്റ്റൻസ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മാർക്ക് ചെയ്യാം. ഇവിടുന്ന് ഇതുപോലൊരു ലൈൻ വരച്ച് ഇതിൻ്റെ സെൻറ്ററിൽ വരെ കൊണ്ടെത്തിക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുക്കെത്തിയതിന് ശേഷം നമ്മളതിനെ ഒന്ന് കർവ് ചെയ്തിട്ട് വരയ്ക്കുക. അപ്പോൾ നമുക്ക് മയിൽപ്പീലി വെക്കേണ്ട ആ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ പോയിൻ്റ് ചെയ്യുന്നത്. വരച്ചിരിക്കുന്ന ഇതേ ഷേപ്പിൽ തന്നെ സ്റ്റോൺ ചെയിൻ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റോൺ ചെയിൻ വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ നെക്ക് ലൈനിൽ കണ്ടതുപോലെ രണ്ട് സൈഡിലായിട്ട് 2 mm ഡൾ ഗോൾഡൻ ബീഡ്സും കൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇത് ഒത്തിരി വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുള്ളത് കൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഞാനിതിപ്പോൾ ഈ ഒരു ബോർഡർ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ്. ഞാൻ ഈ ഒരു മയിൽപ്പീലി ഈ ഒരു നമ്മളിപ്പോൾ ഇതിനകത്ത് പോയിൻ്റ് ചെയ്തിരിക്കുന്ന ഇതിനകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫാബ്രിക് ഗ്ലൂ ആണ് എടുക്കുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഫാബ്രിക് ഗ്ലൂ അത്യാവശ്യം അളവിൽ തന്നെ ഇതിൻ്റെ ഇതേ ഷേപ്പിൽ തന്നെ നമ്മൾ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഇത് ഒട്ടിക്കുന്നതിന് മുന്നായിട്ട് ഒരു വൈറ്റ് പേപ്പർ, ന്യൂസ് പേപ്പർ എടുത്താലും കുഴപ്പമില്ല, ഒരു പേപ്പർ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഈ ഒരു സ്ലീവിൻ്റെ ഉള്ളിനകത്തോട്ട് വെച്ച് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മയിൽപ്പീലി ഇതിനകത്തോട്ട് ഒട്ടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. കറക്റ്റ് നമ്മൾ ഈ ഒരു വി പോയിൻ്റ് കൊടുത്ത് അവിടെ തന്നെ നമ്മൾ മയിൽപ്പീലി വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ ഒത്തിരി നമ്മൾ ഈ ഒരു മയിൽപ്പീലി നമ്മൾ ഡിസ്റ്റർബ് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പീലി അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് സ്പ്ലിറ്റായി പോകും. പിന്നെ ആ ഒരു കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ കെയറായിട്ട് തന്നെ ഈ ഒരു പീലി നമ്മൾ ഒട്ടിച്ച് വയ്ക്കുക. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് ഉണങ്ങാൻ അനുവദിക്കുക. ഉണങ്ങിയതിന് ശേഷം നമുക്ക് ബാക്കി വർക്ക് ചെയ്യാം. ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഞാൻ ഇതിൻ്റെ ഈ ഒരു മയിൽപ്പീലിയുടെ ഔട്ട്ലൈനായിട്ട് സ്റ്റോൺ ചെയിനാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടില്ലാത്തത് കൊണ്ട് ഫസ്റ്റ് നമുക്ക് സ്റ്റോൺ ചെയിന് ഒട്ടിച്ച് വയ്ക്കാം. ഒട്ടിച്ച് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റോൺ ചെയിൻ ഇവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു മയിൽപ്പീലിയുടെ ഈ ഒരു തണ്ടിനകത്ത് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന് ഈ ഒരു സ്റ്റോൺ ചെയിൻ ചെയ്തതിൻ്റെ ഔട്ട്ലൈനായിട്ട് നമുക്ക് പേൾ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 ബീഡ്സായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ പേൾ ബീഡ്സും സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ബാൾ ചെയിൻ ആണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ലാസ്റ്റ് ഔട്ട്ലൈൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഹെവി ആക്കാം. ഇതിനകത്ത് കുറച്ച് 2-3 ഔട്ട്ലൈനും കൂടെ ചെയ്ത് നമുക്കൊരു ബീഡ് വർക്ക് വീണ്ടും നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ സിമ്പിളായിട്ടാണ് കസ്റ്റമർ ആവശ്യപ്പെട്ടത്, അപ്പോൾ അതുകൊണ്ടാണ് സിമ്പിളായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ചെയ്യാൻ പോകുന്നത് നമ്മൾ നെക്ക് ലൈനിൽ കണ്ട ആ ഒരു ബീഡ് വർക്കാണ് സ്ലീവിൻ്റെ അറ്റത്തായിട്ട് ചെയ്ത് കൊടുക്കുന്നത്. പേൾ ബീഡും ഗോൾഡൻ ബീഡും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കമ്പൈൻ ചെയ്തിട്ടുള്ള ബീഡ് വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്നായിട്ട് ക്രോസ് ആക്കി സ്റ്റിച്ച് എടുക്കുക. ഒരു പേൾ ബീഡ്, ഒരു ഡൾ ഗോൾഡൻ ബീഡ്, അങ്ങനെ കോർത്ത് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു സ്ലീവിൻ്റെ 2 സൈഡിലും ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു സ്പേസ്, ഇതിൻ്റെ സെൻറ്ററിലൊരു സ്പേസ് ഉണ്ടല്ലോ, അവിടെ ആയിട്ടാണ് അടുത്തൊരു ബീഡ് വർക്ക് കൊടുക്കുന്നത്. അതിനൊരു ഹാങ്ങിങ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 mm വരുന്ന പേൾ ബീഡ് എടുത്തിട്ടുണ്ട്, ഷുഗർ ബീഡ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു ഷുഗർ ബീഡ്, അടുത്ത പേൾ ബീഡ്, വീണ്ടും ഒരു ഷുഗർ ബീഡ്, ഇങ്ങനെ കോർത്തിട്ട് ഇരിക്കുന്ന ഷുഗർ ബീഡിനെ ഒന്ന് നീക്കിയതിന് ശേഷം ഈ ഒരു പേൾ ബീഡിലും ഈ ഒരു ഷുഗർ ബീഡിനകത്തായിട്ട് നീഡിലിനെ താഴോട്ട് ഇറക്കി സ്റ്റിച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഒരു ഹാങ്ങിങ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ നോർമലായിട്ട് നോട്ടിട്ട് കൊടുക്കുന്നത് പോലെ നോട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു വർക്ക്. ബാക്കി സ്പേസിൽ ഞാനിവിടെ ഷുഗർ ബീഡ്സ് ആണ് ഡോട്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിവിടെ ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. വേണമെങ്കിൽ പേൾ ബീഡ് വെച്ചിട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. LPD ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഷുഗർ ബീഡ്സ് ഉപയോഗിച്ചത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ബ്ലൗസിൻ്റെ ഡിസൈൻ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.